നിലമ്പൂരിൽ നിന്ന് നിയമസഭയിലേക്ക് താൻ തന്നെ പോകുമെന്ന് ഉറച്ച ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് PV അൻവർ. താൻ ഒറ്റയ്ക്കല്ല നിയമസഭയിലേക്ക് പോവുക, നിലമ്പൂരിലെ ആയിരക്കണക്കിന് ആളുകളുമായിട്ടായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുക. ചിലപ്പോൾ കാൽനടയെ ഒരാഴ്ച എടുത്താണ് പോവുക. ജനങ്ങളെ തനിക്ക് അറിയുന്നത് കൊണ്ടുള്ള ആത്മവിശ്വാസമാണിതെന്നും PV അൻവർ പറഞ്ഞു. 25% വോട്ട് UDF-ൽ നിന്ന് തനിക്ക് കിട്ടും. 35 മുതൽ 45% വോട്ട് LDF-ൽ നിന്ന് വരും. അതല്ലാത്ത നിഷ്പക്ഷ വോട്ടുകളും കിട്ടും. വോട്ട് ചെയ്യാൻ സാധിക്കാത്തതിൽ നിരാശയില്ല. പതിനായിരങ്ങൾ തനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുണ്ട്. 2016-ൽ ഷൗക്കത്തിന്റെ ബൂത്തിൽ 200 വോട്ടിനാണ് താൻ ലീഡ് ചെയ്തത്. ഇപ്രാവശ്യം അവിടെ ഇരട്ടിയായിരിക്കും. ഫാഷൻ പരേഡ് നടത്തിയിട്ടൊന്നും നിലമ്പൂരിലെ വോട്ടർമാരെ പറ്റിക്കാനാകില്ല. ജനങ്ങൾക്ക് നല്ല ബോധ്യം ഇക്കാര്യത്തിലുണ്ട്. ആര്യാടൻ നൽകിയ തിരഞ്ഞെടുപ്പ് പത്രപരസ്യം പോലും സിനിമ സ്റ്റൈലിലാണ്. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കഥ എഴുതാൻ വീണ്ടും പോകും. നല്ല ജോലിയാണ്, കഴിവുണ്ട്, അഭിനയിക്കാനും അറിയാം. സ്വരാജ് സെക്രട്ടേറിയറ്റിലേക്ക് പോകും. പുതിയ AKG സെന്റർ നിയമസഭയിലേതിനേക്കാൾ സൗകര്യമുണ്ട്. പുള്ളിക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല എന്നും PV അൻവർ പരിഹസിച്ചു. ഈ പോരാട്ടം മലയോര കർഷകർക്ക് വേണ്ടിയാണ്. 23-ന് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം 24-ാം തീയതി പോരാട്ടത്തിന് തുടക്കം കുറിക്കും. ഞങ്ങൾ RSS-മായി കൂട്ടുകൂടിയിട്ടുണ്ട്, ഇനിയും കൂടുമെന്നാണ് CPM പറയുന്നത്. വിവാദമായാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു. വൈകുന്നേരമായപ്പോൾ മലക്കം മറിഞ്ഞു. ഇതാണ് അൻവർ പറയുന്നത്. പച്ചയായ വർഗീയതയാണ് പറയുന്നത്, അൻവർ പറഞ്ഞു. മുതലാളി പാർട്ടിയായി CPM മാറി. അംബാനിയും അദാനിയുമാണ് പാർട്ട്ണർമാർ. മതവർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന നിലയിലേക്ക് പാർട്ടി എത്തിച്ചതാണ് പിണറായിസമെന്നും PV അൻവർ കുറ്റപ്പെടുത്തി. മുണ്ടൂരിൽ കുമാരൻ എന്ന ആളെ ആന ചവിട്ടിക്കുന്നു. ഇന്ന് വോട്ട് ചെയ്യുന്ന ആൾ നാളെ ജീവിച്ചിരിക്കുമോ എന്ന അവസ്ഥയാണ്. മനുഷ്യരെയും മൃഗങ്ങളെയും വേർതിരിക്കാൻ ഒരു വേലി കെട്ടിത്തരണമെന്നാണ് സർക്കാരിനോട് പറയുന്നത്, അല്ലാതെ അമ്പിളിമാമനെ പിടിച്ചു തരണമെന്നൊന്നുമല്ല. മരുമോന് റീലുണ്ടാക്കാൻ 10 ലക്ഷം, ആന ചവിട്ടിക്കൊന്നാൽ 10 ലക്ഷം. ഈ ജാതി സഖാക്കളെ ആട്ടിവിടും നിലമ്പൂരിലെ ജനം. 75,000 വോട്ട് പിടിക്കുമെന്നാണ് താൻ നേരത്തെ പറഞ്ഞത്. എന്നാൽ ഇന്നലത്തോടെ മനസ്സിലായി ഇത് 75,000-ത്തിലൊന്നും നിൽക്കില്ല എന്നും അൻവർ പറഞ്ഞു. Subscribe to One India and never miss an update.